ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിജയുടെ ലിയോ എന്ന ചിത്രത്തിന് ശേഷം വിജയ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദളപതി 68. മങ്കാത്ത, മാനാട് എന്ന ചിത്രങ്ങളുടെ സംവിധായകൻ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദളപതി 68. ടൈം ട്രാവലിംഗ് ജോണറിലുള്ള ചിത്രത്തിൽ വിജയ് ഇരട്ട വേഷത്തിൽ വരുന്നുണ്ട് എന്ന് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. ചിത്രം 2024 ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. നായികയായി മീനാക്ഷി ചൗധരിയാണ് എത്തുക. ദളപതി 68ന്റെ പേരിനെ കുറിച്ചുള്ള വാർത്തയാണ് ആരാധകർ ഇപ്പോൾ ചർച്ചയാക്കുന്നത്. ബോസ് എന്നോ പസിൽ എന്നോ ആയിരിക്കും വിജയ് ചിത്രത്തിന്റെ പേരെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സിനിമയുടെ നിർമ്മാതാവ് അർച്ചന കൽപാത്തി ഇത് നിഷേധിച്ച് എത്തിയിരിക്കുകയാണ്. ചില അപ്ഡേറ്റുകൾ കണ്ടിരുന്നുവെന്നും എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും യഥാർത്ഥ പേരിനായി കാത്തിരിക്കൂ, ബോസ് എന്നോ പസിൽ എന്നോ അല്ല എന്നും അർച്ചന കൽപാത്തി എഴുതിയിരിക്കുന്നു. ദളപതി 68 എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ. വിജയ് 19കാരനായി ചിത്രത്തിൽ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയിയെ 19കാരനാക്കാൻ ഏകദേശം 6 കോടിയോളം ചിലവഴിക്കാനാണ് ദളപതി 68ന്റെ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ചില സിനിമാ വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡിജിറ്റൽ ഡി-ഏജിംഗ് സാങ്കേതികതയായിരിക്കും ചിത്രത്തിനായി സ്വീകരിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വമ്പൻ തുക ചെലവഴിച്ച ചിത്രത്തിൽ വിജയ്ക്ക് പോസ്തെറ്റിക് മേക്കപ്പ് ചെയ്യാനാകും 19കാരനായി മാറ്റുക എന്നുമാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിനാണ് താരത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നത്. ദളപതി 68ൽ ഒരു പ്രധാന കഥാപാത്രമായി വിജയ്ക്കൊപ്പം മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാമും വേഷമിടുന്നുണ്ട്. മലയാള പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമാണത്. യുവൻ ശങ്കർ രാജയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ്. സംവിധായകൻ വെങ്കട് പ്രഭുവിന്റെ ചിത്രത്തിൽ ആദ്യമായിട്ടാണ് ദളപതി വിജയ് നായകനാകുന്നത്. വിജയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നായ ബിഗിൽ നിർമ്മിച്ച AGS എന്റർടൈൻമെന്റ്സ് ആകും ദളപതി 68 നിർമ്മിക്കുക. പ്രകാശ് ത്യാഗരാജ്, പ്രഭുദേവ, സ്നേഹ, ലൈല, അജ്മൽ അമീർ, യോഗി ബാബു എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. ദളപതി 68നായി വമ്പൻ പ്രതിഫലമാണ് വിജയ്ക്ക് നിർമ്മാതാക്കൾ ഓഫർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 150 കോടിയോളമാണ് AGS എന്റർടൈൻമെന്റ്സ് നായകനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 300 കോടിയിലധികം കളക്ഷൻ നേടിയ ബിഗിൽ AGSന് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ കൂടിയാണ് വിജയ്. ബോക്സ് ഓഫീസ് പ്രകടനം പരിഗണിക്കാതെ തന്നെ വിജയ് സിനിമ നോൺ തിയേറ്റർ റൈറ്റുകളിലൂടെ നല്ല ലാഭം ഉറപ്പാക്കുന്ന അവസ്ഥയിലാണ് ഇത്രയും വലിയ പ്രതിഫലത്തിലേക്ക് വിജയിയെ എത്തിക്കുന്നതെന്നാണ് കോളിവുഡ് വൃത്തങ്ങൾ പറയുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പേരും ന്യൂ ഇയറിന് റിലീസാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പല ഇൻസ്റ്റഗ്രാം പേജുകളിലും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല പോസ്റ്റുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്.